അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അഹ്ലി സിദ്ഖ് വൽ വഫ. അമ്മാ ബഅദ്. പ്രിയമുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാരെ, നമ്മളൊക്കെ നമ്മുടെ ആദർശ പ്രസ്ഥാനമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 100-ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന് പുറപ്പെടാൻ വേണ്ടി തയ്യാറായി സമയം കാത്തു നിൽക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ സമ്മേളനത്തെ വൻ വിജയമാക്കി തരുമാറാവട്ടെ. ഈ സമ്മേളനത്തിൻ്റെ യാത്രകളിൽ ക്യാമ്പിനും ജനറൽ ക്യാമ്പിനും ദാഴി ക്യാമ്പിനും പൊതുസമ്മേളനത്തുമൊക്കെ പുറപ്പെടുന്ന ആളുകൾക്ക് അവരുടെ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചുരുങ്ങിയ ചില മസലകളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. 2-3 വിഭാഗങ്ങളായിട്ടാണല്ലോ നമ്മൾ യാത്ര പുറപ്പെടുന്നത്. ഇതിൽ നമ്മുടെ സമ്മേളന നഗരിയിലേക്ക്, അത് ഉൾക്കൊള്ളുന്ന മഹല്ലത്തിലേക്ക് 132 കിലോമീറ്ററോ അതിലധികമോ യാത്ര ചെയ്യുന്ന ആളുകൾക്കാണ് നമ്മുടെ ഈ വീഡിയോ ബാധകമാകുന്നത്. അതിനേക്കാൾ അടുത്തുള്ള കാസർഗോഡും മറ്റുമൊക്കെയുള്ള ആളുകൾക്ക് ഇത് ബാധകമല്ല. ജമ്മും കസറുമൊക്കെയായി യാത്ര ചെയ്യാൻ ആവശ്യമാകുന്ന ദൂരം ഉള്ള ആളുകൾ അവിടെ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ ആദ്യമായി പുറപ്പെടുന്ന വോളണ്ടിയർമാർ, അതുപോലെയുള്ള പ്രത്യേക ഡ്യൂട്ടിയുള്ള ആളുകൾ, 2-ാം തീയതി 3-ാം തീയതിയൊക്കെ പതാകയുടെ കൂടെ പോകുന്ന ആളുകളും അത് സ്വീകരിക്കാൻ വേണ്ടിയും അവരെ സ്വീകരിക്കാൻ വേണ്ടിയൊക്കെ നേരത്തെ പോകുന്ന പലരുമുണ്ട്. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ക്യാമ്പ് സൈറ്റിൽ എത്തുന്നതോടുകൂടി അവരുടെ യാത്ര ഏകദേശം അവസാനിക്കും മിക്കവാറും. പിന്നെ പൊതുസമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരാണെങ്കിൽ അവർക്ക് ആ യാത്രയിൽ മാത്രമാണ് നമ്മുടെ യാത്രയുടെ ആനുകൂല്യങ്ങൾ ഉണ്ടാവുക. അഥവാ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ഈ കുനിയ എന്ന് പറയുന്ന നാടിൻ്റെ അതിർത്തിയിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ മാത്രമാണ് ജമ്മും കസറുമാക്കാൻ അവർക്ക് പറ്റുക. പിന്നീട് ആ നാട്ടിലെത്തിയിട്ട് 4 ദിവസമോ അതിലധികമോ അവിടെ താമസിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ നാട്ടിലെത്തലോടുകൂടി യാത്ര അവസാനിക്കും. അപ്പോൾ ആദ്യമായി പുറപ്പെടുന്ന ഈ ആളുകളൊക്കെ അവിടെ പൊതുസമ്മേളനം കഴിഞ്ഞ് 8-ാം തീയതി രാത്രിയോ 9-ാം തീയതി പകലോ പുറപ്പെടുന്നവർ, അവർക്ക് കുനിയയിലെത്തലോടുകൂടി പിന്നീട് അവർക്ക് അവിടെ വെച്ചുകൊണ്ട് ജമ്മും കസറൊന്നും ആക്കാൻ പറ്റില്ല, അവരുടെ യാത്ര അവസാനിക്കും. അതുപോലെ ദാഴിയ ക്യാമ്പിന് പുറപ്പെടുന്ന ആളുകൾ അവർ അവിടേക്ക് എത്തുന്നത് 4-ാം തീയതിയാണ്. 4-ാം തീയതി പകലിൽ അവിടെ എത്തുന്ന ആളുകൾക്ക് ഈ പകൽ ഈ 4 ദിവസത്തിൽ എണ്ണുകയില്ല. യാത്ര ചെയ്ത ഒരാൾ പകലൊരു സ്ഥലത്തെത്തിയാൽ ആ പകൽ കഴിഞ്ഞ് മഗ്രിബ് മുതൽക്ക് മാത്രമാണ് അവൻ്റെ ഈ 4 ദിവസത്തെ എണ്ണുക. അതുപോലെ തിരിച്ചു വരുന്നത് പകലിലാണെങ്കിലോ അല്ലെങ്കിൽ രാത്രിയിലോ ആണെങ്കിൽ ആ രാത്രിയെയും ഇതിലെണ്ണൂല. അങ്ങോട്ട് ചെല്ലുന്നത് പകലിലോ രാത്രിയാണെങ്കിൽ ആ രാത്രിയും എണ്ണുകയില്ല. അപ്പോൾ 4-ാം തീയതി മഗ്രിബിന് മുമ്പ് അവിടെ എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ യാത്രയിൽ അവർക്ക് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ മഗ്രിബിന് മുമ്പ് അവിടെ എത്തിക്കഴിഞ്ഞാൽ, അന്നത്തെ ഈ പകൽ എപ്പോഴെത്തിക്കഴിഞ്ഞാൽ മഗ്രിബ് മുതൽക്ക് അവരുടെ ഈ 4 ദിവസത്തെ കണക്കുകൾ വരുന്നു. അപ്പോൾ 4-ാം തീയതി മഗ്രിബ് എത്തിയാൽ 5-ാം തീയതി മഗ്രിബ് ആകുമ്പോഴേക്ക് 1 ദിവസമായി, 6-ാം തീയതി മഗ്രിബ് ആകുമ്പോൾ 2 ദിവസമായി, 7-ാം തീയതി മഗ്രിബ് ആകുമ്പോൾ 3 ദിവസമായി, 8-ാം തീയതി മഗ്രിബ് ആകുമ്പോൾ 4 ദിവസമായി. 8-ാം തീയതി പൊതുസമ്മേളനം കഴിഞ്ഞ് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം 4 ദിവസം അവർ അവിടെ താമസിക്കുന്നുണ്ട്. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് അവരെ നാട്ടിലേക്ക് എത്തുന്നത്. 4 ദിവസം അവിടെ നിൽക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് ചെല്ലുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജമ്മും കസറും ആക്കാൻ പറ്റൂല. അതേ സമയത്തിൽ ജനറൽ ക്യാമ്പിന് പുറപ്പെടുന്ന ആളുകൾ അവർ 6-ാം തീയതിയാണ് അവിടെ എത്തുന്നത്. 6-ാം തീയതി പകലിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പകൽ കണക്ക് കൂട്ടുന്നില്ല, രാത്രി എത്തിക്കഴിഞ്ഞാൽ രാത്രിയും കണക്ക് കൂട്ടൂല, പകലിൽ എത്തിക്കഴിഞ്ഞാൽ പകൽ കണക്ക് കൂട്ടുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ 6-ാം തീയതി എത്തിക്കഴിഞ്ഞാൽ 7-ാം തീയതി 8-ാം തീയതി ആകുമ്പോൾ 2 ദിവസം മാത്രമാണ് അവിടെ അവർ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ക്യാമ്പിൽ നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെ ജനറൽ ക്യാമ്പിൽ വരുന്ന ആളുകൾക്ക് ജമ്മും കസറുമൊക്കെ ആക്കി അവിടെ വെച്ച് നിസ്കരിക്കാം. അവർക്ക്
പൂർത്തിയാക്കി നിസ്കരിക്കുകയോ അല്ലെങ്കിൽ ജമ്മാക്കുന്നതിനോ ഒന്നും തടസ്സമില്ല, ഖിസ്റാക്കുന്നതിനും തടസ്സമില്ല എന്നർത്ഥം. ഇനി ദാഴിയ ക്യാമ്പിന് തന്നെ വരുന്ന ആളുകൾ 4-ാം തീയതി മഗ്‌രിബിന്റെ ശേഷമാണ്, മഗ്‌രിബായതിന് ശേഷമാണ് അവിടെ എത്തുന്നത് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ മഗ്‌രിബ് നമ്മൾ രാത്രി എത്തുന്ന ആളുകളെ രാത്രി കണക്കിൽ വരുന്നില്ല. പിന്നെ അവർ അടുത്ത സുബഹി മുതൽക്കാണ് അവരെ ദിവസം തുടങ്ങുന്നത്. സുബഹി മുതൽക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 5-ാം തീയതി സുബഹി, 6-ാം തീയതി സുബഹിയാകുമ്പോഴാണ് ഒരു ദിവസമാകുന്നത്. 7-ാം തീയതി ആകുമ്പോൾ 2 ദിവസമായി. 8-ാം തീയതി ആകുമ്പോൾ 3 ദിവസമായി. 9-ാം തീയതി രാത്രി അവർ 8-ാം തീയതി കഴിഞ്ഞ് അവർ രാത്രി പുറപ്പെടുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് 3 ദിവസമേ ആകുന്നുള്ളൂ. പുറപ്പെടുന്നത് രാത്രിയാണെങ്കിൽ രാത്രി നേരത്തെ പറഞ്ഞ പോലെ കണക്കിൽ കൂട്ടുന്നില്ല. അവർക്കും ഈ ജമ്മും ഖിസ്റുമൊക്കെ ചെയ്യാം. 4-ാം തീയതി മഗ്‌രിബിന്റെ മുമ്പ് എത്തുകയും 8-ാം തീയതി മഗ്‌രിബിന്റെ ശേഷം പുറപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്കാണ് നമ്മൾ ഈ പറഞ്ഞ അവിടെ ഈ ആനുകൂല്യം ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യാത്ര ചെയ്യുന്ന ആളുകൾ യാത്രയിലുണ്ടാകുന്ന ആനുകൂല്യങ്ങൾ നിസ്കാരത്തിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ജംആക്കി നിസ്കരിക്കുക. എല്ലാവർക്കും അറിയാം, 4 റക്അത്തുള്ള ളുഹറിനെ അസറുമായി ജമ്മാക്കുക. അതുപോലെ 3 റക്അത്തുള്ള മഗ്‌രിബിനെ ഇശായിലേക്കും ജമ്മാക്കുക. അത് ളുഹറിന്റെ സമയത്തിൽ മുന്തിച്ച് ജമ്മാക്കി ളുഹറും അസറും നിസ്കരിക്കാം. പിന്തിച്ച് ജമ്മാക്കി അസറിന്റെ സമയത്തിൽ ളുഹറും അസറും നിസ്കരിക്കാം. മഗ്‌രിബിന് ഇശായിന്റെ സമയത്തിലേക്ക് പിന്തിച്ച് ജമ്മാക്കാം. ഇശായിന് മഗ്‌രിബിലേക്ക് മുന്തിച്ചും ജമ്മാക്കാം. ഈ 2 ജമ്മുകളും നിർവഹിക്കാം. എന്നാൽ ജംആക്കാതെ തന്നെ നിർവഹിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഓരോ സമയങ്ങൾ തന്നെ നിർവഹിക്കാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ തന്നെ നിർവഹിക്കാനാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ജംആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട 1, 2, 3 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. മുന്തിച്ചു ജമ്മാക്കുകയാണ് എങ്കിൽ, അഥവാ ളുഹറിന്റെ സമയത്തിൽ അസറിനെ ളുഹറിലേക്ക് മുന്തിച്ചു ജമ്മാക്കുകയാണെങ്കിൽ ളുഹർ നിസ്കാരത്തിന്റെ നിയ്യത്തിലോ അതല്ലെങ്കിൽ തക്ബീർ കെട്ടിയിട്ട് നിസ്കാരത്തിന്റെ ഇടക്കോ ഏതെങ്കിലും ഒരു സമയത്തിൽ അസറിനെ ളുഹറിലേക്ക് മുന്തിച്ചു ജമ്മാക്കുന്നു എന്ന് കരുതണം. അത് കരുതാൻ വിട്ടുപോയാൽ പിന്നെ ളുഹറിനോട് കൂടെ അസർ നിസ്കരിക്കാൻ പറ്റില്ല. നിസ്കാരത്തിന്റെ ഇടയിലായിട്ട് അസറിനെ ളുഹറിലേക്ക് മുന്തിച്ചു ജമ്മാക്കുന്നു എന്ന് പ്രത്യേകമായി കരുതണം. അതുപോലെ പിന്തിച്ച് ജമ്മാക്കുകയാണെങ്കിൽ ളുഹർ നിസ്കാരത്തിന്റെ സമയത്തിൽ സമയമായി കഴിഞ്ഞാൽ ളുഹറിനെ അസറിലേക്ക് പിന്തിച്ച് ജമ്മാക്കുന്നു എന്ന് കരുതണം. അല്ലാതെ പോയി കഴിഞ്ഞാൽ ളുഹർ നിസ്കാരം ഖളായി പോകും. ളുഹറിനെ അസറിലേക്ക് പിന്തിച്ച് ജമ്മാക്കുന്നു എന്ന് ളുഹർ നിസ്കാരത്തിന്റെ ഒരു 2 അസർ വാങ്ങി കൊടുക്കുന്നതിന്റെ 2-3 മിനിറ്റിന് മുമ്പ് എപ്പോഴെങ്കിലും കരുതിയാൽ മതി. അത് ആ സമയത്തിനോടേക്ക് എപ്പോഴെങ്കിലും അസറിലേക്ക് പിന്തിച്ച് ജമ്മാക്കുന്നു എന്ന് കരുതണം. ഈ കരുതുകയാണ് ഇതിൽ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അതിൽ ഖസ്റാക്കുന്നിടത്താണ്. ഖിസ്റാക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ 130 അല്ലെങ്കിൽ 132 ചില്ലറയും അല്ലെങ്കിൽ 132 കിലോമീറ്റർ, ആ കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അത്രയാണ് ദൂരമുള്ളത് എങ്കിൽ അവർക്ക് ഖസ്റാക്കാമെങ്കിലും പൂർത്തിയാക്കി നിസ്കരിക്കലാണ് നല്ലത്. എന്നാൽ 3 മർഹലയുള്ള ആളുകൾ, 3 മർഹല യാത്ര ചെയ്യാനുള്ള ആളുകളാണെങ്കിൽ ഏകദേശം ഒരു 200 കിലോമീറ്ററിന്റെ അടുത്ത് യാത്ര ചെയ്യുന്ന ആളുകൾ, 2 മർഹലയാണ് 130 കിലോമീറ്റർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിലേക്ക് 195 കിലോമീറ്റർ ആകുമ്പോൾ അത് 3 മർഹലയായി. അപ്പോൾ 195 കിലോമീറ്ററോ അതിലധികമോ യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഖസ്റാക്കലാണ് അഫ്ളൽ. അവർക്ക് നിസ്കാരത്തെ 2 റക്അത്തായിട്ട് ചുരുക്കി നിസ്കരിക്കലാണ് അഫ്ളൽ, പൂർത്തിയാക്കലല്ല അഫ്ളൽ. അപ്പോൾ ജനറൽ ക്യാമ്പിന് പുറപ്പെടുന്ന ആളുകൾക്കൊക്കെ അവർക്ക് ഖസ്റാക്കിയിട്ടാണ് ആ ക്യാമ്പിൽ വെച്ചൊക്കെ നിസ്കരിക്കൽ ശ്രേഷ്ഠമാകുക. ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഖസ്റാക്കി നിസ്കരിക്കലാണ് ശ്രേഷ്ഠമായത് പൂർത്തിയാക്കി നിസ്കരിക്കുന്നതിനേക്കാൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാരണം എല്ലാവർക്കും അല്ല, ഈ പറഞ്ഞതുപോലെ 3 മർഹല യാത്ര ചെയ്യുന്ന ആളുകൾക്ക്, മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ കുനിയിലേക്ക് പുറപ്പെടുന്ന ആളുകൾക്ക് ഏകദേശം 195 കിലോമീറ്ററിൽ അധികം ദൂരമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഖസ്റാക്കലാണ് അഫ്ളൽ, യാത്രയിലും ഈ പറഞ്ഞ അവിടെ എത്തിക്കഴിഞ്ഞാലും ഒക്കെ. പക്ഷേ ഈ ദാഴിയ ക്യാമ്പിന് പോകുന്ന ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ 4 ദിവസം കൂടെ താമസിക്കുന്ന ആളുകൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആനുകൂല്യം നഷ്ടപ്പെട്ടു നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. ഖസ്റാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നിസ്കരിക്കുന്ന സമയത്തിൽ തന്നെ നിസ്കാരത്തിന്റെ നിയ്യത്തിൽ തന്നെ ഖസ്റാക്കുന്നു എന്ന് കരുതണം. ളുഹർ എന്ന ഫർദ് നിസ്കാരം ഖസ്റാക്കി ഞാൻ നിസ്കരിക്കുന്നു, ജമാഅത്താണെങ്കിൽ ഇമാമോട് നിസ്കരിക്കുന്നു. ളുഹർ എന്ന ഫർദ് നിസ്കാരം ഖസ്റാക്കി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം. ഖസ്റാക്കി എന്ന് കരുതാൻ വിട്ടുപോയാൽ പിന്നെ പൂർത്തിയാക്കി നിസ്കരിക്കണം. അതുപോലെ ഖസ്റാക്കുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ഇമാമിനെ തുടരാനും പാടില്ല.
ഇപ്പം ക്യാമ്പുകളിലൊക്കെ ജമാഅത്ത് നടക്കുമ്പോൾ അവിടെ പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ഇമാമാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ആ പൂർത്തിയാക്കുന്ന ഇമാമിനെ തുടർന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് നമുക്ക് പിന്നെ നിസ്കാരം നിർത്താൻ പാടില്ല. അപ്പോൾ പിന്നെ പൂർത്തിയാക്കുക തന്നെ വേണം. ഒരു നിമിഷം ഏതെങ്കിലും ഒരു സെക്കൻഡിൽ പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ആളോട് തുടർന്നാൽ പിന്നെ നമുക്ക് ഖസ്റാക്കാൻ പാടില്ല. എത്രത്തോളം ഒരാൾ നിസ്കരിച്ച് അത്തയ്യാത്തിൽ ഇരിക്കുന്ന ആൾ പോയി തുടർന്നു, അയാൾ സലാം വിട്ടിയപ്പോൾ നമ്മൾ ബാക്കി 2 റക്അത്ത് ഖസ്റാക്കി നിസ്കരിച്ചാൽ പോലും പറ്റൂല. ആദ്യം അത്തയ്യാത്തിൽ ഇരുന്ന ആൾ പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ആളാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ഒരു കാരണവശാലും തൊടാനും പാടില്ല. ഈ സമയത്ത് നമ്മൾ യാത്രയെ കൊണ്ട് നിസ്കരിക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ ഇമാമ് നിൽക്കുന്ന ആളുകൾ ഖസ്റിനെ കരുതാൻ വിട്ടുപോകാം. ഈ നിസ്കാരത്തിൻ്റെ ഇടയ്ക്ക് ഖസ്ർ കരുതാൻ പാടില്ല, നിയ്യത്തിൽ തന്നെ കരുതണം. അപ്പോൾ നിയ്യത്ത് വെക്കുമ്പോൾ ഖസ്റിനെ വിട്ടുപോയാൽ ഇമാമിന് പിന്നെ പൂർത്തിയാക്കി നിസ്കരിക്കേണ്ടി വരും. അപ്പോൾ ഇമാമ് പൂർത്തിയാക്കി നിസ്കരിക്കുമ്പോൾ നമ്മൾ ഖസ്റിൻ്റെ നെയ്യത്തൊക്കെ വെച്ച് ഇമാമിനെ തുറന്നിട്ടുണ്ടാകും. പക്ഷേ ഇമാമ് 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒന്നുകിൽ ഇമാമ് മറന്നതാണ്. അപ്പോൾ നമ്മൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞു നോക്കിയിട്ട് ഇമാം ഇരിക്കണില്ലെങ്കിൽ അപ്പോൾ ഇമാം ചിലപ്പോൾ ഖസ്റിൻ്റെ നെയ്യത്ത് വിട്ടുപോയതേക്കാരം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഖസ്ർ കരുതിയാലും യാത്രക്കാരാണെങ്കിലും ഒക്കെ നമ്മുടെ നിസ്കാരത്തെ നമ്മൾ പൂർത്തിയാക്കി നിർവഹിക്കുക തന്നെ വേണ്ടി വരും. അപ്പോൾ പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ഇമാമിനെ വല്ല സമയത്തും തുറന്നു പോയാൽ അങ്ങനെയാണ്. ഇനി ജമ്മും ഖസ്റും രണ്ടും നമ്മൾ നിർവഹിക്കാറുണ്ട് എങ്കിലും ജമ്മാക്കുമ്പോഴൊക്കെ ഖസ്റാക്കണമെന്നോ ഖസ്റാക്കുമ്പോഴൊക്കെ ജമ്മാക്കണമെന്നോ എന്ന് നിയമമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ നിസ്കാരത്തിൻ്റെയും സമയത്തിൽ ഖസ്റാക്കിയ നിസ്കാരം നിർവഹിച്ചാൽ മാത്രം മതി. ജമ്മ് ആക്കാതിരിക്കാനാണ് അഫ്ളൽ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഖസ്റാക്കൽ അഫ്ളലാണ് ഇത്ര 195 ദൂരമുള്ള ആളുകൾക്ക്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖസ്റാക്കി നിസ്കരിക്കാം, ജമാഅത്തായിട്ട് നിർവഹിക്കാം. പക്ഷെ പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ആളോട് തുടരാതിരിക്കണം എന്ന് മാത്രം. ഇനി നിസ്കാരം ഖളാ ആയാൽ, യാത്രയിൽ ഖളായി പോയ നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരത്തെ യാത്രയിൽ തന്നെ ഖളാ വിട്ടുകയും ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അവിടെ ഖസ്റാക്കാം. യാത്രയിൽ ഖളായി പോയ നിസ്കാരം യാത്രയപ്പം ഖളായതും യാത്രയിലാക്കണം, ഖളാ വീട്ടുന്നതും യാത്രയിലാക്കണം. നാട്ടിൽ നമുക്ക് ഒരുപാട് ഖളായുള്ള നിസ്കാരങ്ങളൊക്കെ പാടെ യാത്രൻ്റെ ഇടയ്ക്ക് പിന്നെ ഖളാ വീട്ടുകയാണെങ്കിൽ അത് ഖസ്റാക്കാൻ പാടില്ല. ഇനി യാത്രയിൽ ഖളായി പോയ നിസ്കാരം നാട്ടിൽ വന്ന് ഖളാ വീട്ടുകയാണെങ്കിൽ അപ്പോഴും ഖസ്റാക്കാൻ പാടില്ല. യാത്രയിൽ ഖളാവുകയും അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്ത നിസ്കാരം നമുക്ക് ഖളായി പോയി അങ്ങനെ നമ്മൾ ക്യാമ്പിൽ പോയി നിസ്കരിക്കുകയാണ്. ക്യാമ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ 4 ദിവസത്തിലധികം താമസിക്കാൻ നമ്മൾ കരുതിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ക്യാമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് ഖളാ വീട്ടാം, അല്ലെങ്കിൽ വീട്ടാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങൾ ക്യാമ്പിന് പോകുന്ന ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നിസ്കാരങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ കാര്യങ്ങളൊക്കെ പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.